ഓണപ്പരീക്ഷ എത്തിക്കഴിഞ്ഞിട്ടും പാഠഭാഗങ്ങൾ പൂർണ്ണമായി തീരാഞ്ഞതിന്റെ ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. പുതിയ പരീക്ഷാ കലണ്ടർ പ്രകാരം പാഠപുസ്തകത്തിലെ മുഴുവൻ ഭാഗങ്ങളും പൂർത്തിയാക്കാതെയാണ് പല വിദ്യാർത്ഥികളും പരീക്ഷ എഴുതേണ്ടി വരുന്നത്. കനത്ത മഴയെ തുടർന്ന് പ്രഖ്യാപിച്ച അവധികൾ, അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി, ഇത്തവണ ഓണപ്പരീക്ഷ നേരത്തെ എത്തിയത് എന്നിവയാണ് അധ്യയന ദിവസങ്ങൾ കുറയാൻ പ്രധാന കാരണമായത്. LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിഭാഗങ്ങളിൽ ജൂണിൽ 21 അധ്യയന ദിവസങ്ങളും ജൂലൈയിൽ 20 അധ്യയന ദിവസങ്ങളുമാണ് ലഭിച്ചത്. എന്നാൽ വിവിധ കാരണങ്ങളാൽ ഈ ദിവസങ്ങളിൽ പലതും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായ രീതിയിൽ ക്ലാസുകളും ലഭിച്ചിട്ടില്ല. പൊതുവിദ്യാലയത്തിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 13-നും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓഗസ്റ്റ് 14-നുമാണ് ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 21-നാണ് പരീക്ഷകൾ അവസാനിക്കുക. പരീക്ഷകൾക്ക് മുൻപ് പാഠഭാഗങ്ങൾ പൂർത്തിയാകുന്നതിനായി ചില സ്കൂളുകളിൽ പ്രത്യേക ക്ലാസുകൾ നടത്താൻ നിശ്ചയിച്ചെങ്കിലും മഴയെ തുടർന്ന് വീണ്ടും അവധി പ്രഖ്യാപിച്ചത് തിരിച്ചടിയായി. അധ്യാപകരുടെ സെൻസസ് നടപടികളും അധ്യയനത്തെ ബാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഭൂരിഭാഗം സ്കൂളുകളിലും അധ്യാപകരിൽ പകുതിയോളം പേർക്ക് സെൻസസ് ചുമതല ലഭിച്ചതോടെ ക്ലാസുകളുടെ തുടർച്ചയും നഷ്ടപ്പെട്ടു. സെൻസസുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളിലും മറ്റ് നടപടികളിലും പങ്കെടുക്കുന്നതിനായി അധ്യാപകർക്ക് സ്കൂളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതോടെ അധ്യയന ദിവസങ്ങൾ കുറഞ്ഞതിനൊപ്പം ക്ലാസുകളുടെ തുടർച്ചയും നഷ്ടപ്പെട്ടു. പാഠഭാഗങ്ങൾ പൂർത്തിയാക്കുവാനുള്ള സമ്മർദ്ദവും പരീക്ഷ നേരത്തെ എത്തിയതുമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ആവശ്യമായ പഠന സമയം ലഭിക്കാതെയാണ് ഓണം പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന ആശങ്കയും വിദ്യാർത്ഥികൾക്കുണ്ട്. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.